ഹലോ, എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും സുഖമാണോ? അങ്ങനെ ഇന്ന് ഞാനൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. ആദ്യം തന്നെ മാംഗോ ക്ലീൻ ചെയ്ത് നല്ലോണം കട്ട് ചെയ്തിട്ട് ഒരു ജാറിലേക്ക് വെച്ചിട്ട് അത് നല്ലോണം പേസ്റ്റാക്കി എടുക്കുക. അങ്ങനെ അത് ജസ്റ്റ് നല്ലോണം അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയും 1 കപ്പ് പാലും, അതും തമ്പാലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞങ്ങൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ചു എന്നുള്ളൂ. അങ്ങനെ പാലും ആ മാംഗോൻ്റെ മാംഗോൻ്റെ പേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഈ ഒരു രൂപത്തിൽ കുഴച്ചെടുത്തിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ചില പായസത്തിലേക്കൊക്കെ ഇടുന്നൊരു പായസം ഉണ്ട്, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ വേണ്ടത് നമുക്ക് സാബൂനേരി ആട്ടോ. അത് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് ഒരു 50 മിനിറ്റ്സ് വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് പൊന്തി വരണം. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. അതായത് ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ആ പത്തിരിപ്പൊടി നല്ലോണം ബോൾസ് ആക്കിയിട്ട് ആവിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അപ്പം ആവിയിലിങ്ങനെ എത്രത്തോളം ആവിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ഇതിന് കൂടുതൽ ടേസ്റ്റ് വരാനുള്ള മെയിൻ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് പാലിലാണ്, അതായത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർ ഇത് വെള്ളത്തിലും, അതായത് ചെറിയ ചൂടുള്ള വെള്ളത്തിലാക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി അല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടണമെങ്കിൽ അത് തേങ്ങാപ്പാൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ വേവിച്ച് വെച്ച പത്തിരിപ്പൊടിയും പിന്നെ അതേപോലെ സാബൂനരിയും കൂടി രണ്ടാം പാലിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അത് നല്ലോണം വെന്ത് വന്നിട്ട് കുറുകുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് തമ്പാൽ, അതായത് ഫസ്റ്റത്തെ പാലും കൂടി ഒഴിച്ചിട്ട് നല്ല ക്രീം ടേസ്റ്റിലാക്കിയിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.